ഇന്ന് കരിമങ്ങലുള്ളവർക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു കിടിലൻ ഫേസ് പാക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉഴുന്നാണ്. ഇത് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചതാണ് കേട്ടോ. സാധാരണ നമ്മൾ അരിയും ഉഴുന്നും സെപ്പറേറ്റ് വെള്ളത്തിലിടില്ലേ, അപ്പോൾ ഇങ്ങനെ ഇതിനായിട്ട് ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉഴുന്ന് ഞാൻ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ വെള്ളത്തിലിട്ട് ഒരു 4 മണിക്കൂറിന് ശേഷം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഹോം റെമഡീസൊക്കെ ചെയ്യുമ്പോൾ വലിയ പ്രശ്നമൊന്നും വരില്ല. ഞാനിതിങ്ങനെ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ മുഖത്തിനൊരു പ്രത്യേക ഒരു കളർ കിട്ടും. ഉഴുന്നിന് അത്രയും ഒരു എഫക്റ്റാണ് കേട്ടോ ഉഴുന്ന് പരിപ്പ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അരച്ച് വരും. ഞാനിത് ഇങ്ങനെയൊക്കെ നമ്മൾ കിച്ചണിലേക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഗ്രൈൻഡറിലിട്ടിട്ട് അരയ്ക്കാൻ പാകത്തിന് കുറച്ച് മാത്രം എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് അരച്ചതിന് ശേഷം ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റുവാണ് കേട്ടോ. ഞാനൊരു 1.5 സ്പൂണോളം അത്രേ വേണ്ടുള്ളൂ നമ്മുടെ കഴുത്തിലും മുഖത്തൊക്കെ ഇടാൻ പാകത്തിന്. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം കേട്ടോ ഇത് അരച്ചെടുക്കാൻ. ബാക്കിയുള്ളത് ഡബ്ബയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഇനി ഞാനിവിടെ ഒരു പൊട്ടറ്റോ എടുക്കുന്നുണ്ട്. പൊട്ടറ്റോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ട് ഒത്തിരി ആൾക്കാർ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് കേട്ടോ. പൊട്ടറ്റോയ്ക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മുഖത്ത് ആ കലകളൊക്കെ പോകാൻ പൊട്ടറ്റോ ജ്യൂസ് നല്ലതാണ്. ഞാൻ മിക്കവാറും എല്ലാ ഫേസ് പാക്കിലും ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പൊട്ടറ്റോ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് 1/2 കഷ്ണം മാത്രം മതി. അതിൻ്റെ ജ്യൂസ് എടുക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടത് പൊട്ടറ്റോ വെച്ച് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് തന്നെയായിരുന്നു. പക്ഷെ അത് കുറച്ച് മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനിത് കുറച്ച് ഡ്രൈ സ്കിന്ന് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടി ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഈ ഫേസ് പാക്ക് ചെയ്യുന്നത്. ഞാനിതിൻ്റെ ജ്യൂസ് ഇത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതും 2 സ്റ്റെപ്പായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തെടുക്കാറ്. നമ്മൾ ചെയ്യുമ്പോൾ സൺഡേയോ സാറ്റർഡേയോ നമുക്ക് സമയം എപ്പോഴാണോ അപ്പം ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. ഞാനിതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഉഴുന്ന് മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ, അപ്പോൾ ഇത് കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഒന്ന് കുറച്ചുകൂടെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾക്ക് ഈ പൊട്ടറ്റോയുടെ ജ്യൂസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ നന്നായി ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിന് വേണ്ടി വേണം കേട്ടോ. അത് പൊട്ടറ്റോയുടെ ആ ഒരു സ്റ്റാർച്ച് അടിയിൽ അടിഞ്ഞതും കൂടെ ഇളക്കിയിട്ട് വേണം കേട്ടോ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു 2 സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല എഫക്റ്റീവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള ഒരുപാട് ആൾക്കാർ എന്നെപ്പോലെ മുഖത്ത് കരിമങ്ങല്യം ഉള്ളവരുണ്ട് എന്നുള്ളത് എനിക്ക് കമൻറ്റ് വന്നപ്പോഴേ മനസ്സിലായി. ഭയങ്കര നമുക്കൊരു വിഷമാണ് ഒരു സൈഡിൽ ഇങ്ങനെ കറുത്ത് പിടിച്ച് നിൽക്കുന്നത്. അത് വന്നവർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. നമുക്കിത് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. കടലമാവ്, കടലപ്പൊടി, ബേസൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ മാത്രം ജ്യൂസ് നമ്മൾ വേറെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 സ്പൂണോളം അല്ലെങ്കിൽ 1 സ്പൂണോളം കടലമാവ് വേറെ ചേർത്ത് കൊടുക്കണം. 1 സ്പൂണോളം തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കരിമങ്ങ മാറാനും മുഖത്തെ ആ ഒരു നമുക്കുള്ള ആ കളറിനെ ഒന്ന് ബ്രൈറ്റനിങ് ചെയ്ത് വെക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൽ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതിനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ശരിക്കും നമ്മളിത് എന്നെപ്പോലെ ഒരു 2 ആൾക്കാരൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ കേട്ടോ. ഞാനിത് ചെയ്ത് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഫേസ് പാക്കൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് കരിമങ്ങലിന് ശരിക്കും മുഖത്ത് വന്നതിന് ശേഷമാണ്. അത് ശരിക്കും സൂം ചെയ്തിട്ടൊക്കെ ഇങ്ങനെ നല്ലോണം നോക്കി കഴിഞ്ഞാൽ മുഖത്ത് കാണാൻ പറ്റും. ഇപ്പോൾ ചെറിയൊരു പാടായിട്ട് ഉണ്ട്. നല്ല കളറായിരുന്നു കേട്ടോ. ബ്ലാക്ക് കളറായിരുന്നു. ഒരു ബ്രൗൺ കളർ പോലെയാണ് കേട്ടോ ഇരിക്കുക. നമുക്കത് എങ്ങനെ മേക്കപ്പ് ഇട്ടാലും നമുക്ക് മറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഒരു പരിധി വരെ നമുക്കിങ്ങനെ ഒരു കോൺഫിഡൻ്റ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ ഫേസ് പാക്കൊക്കെ തേച്ച് അതിനെ കെയർ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ലോണം കുറഞ്ഞ് വരും. അതിനൊരു തെളിവാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനുള്ള പാക്ക് എടുക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടാണ് വരിക. നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസൊക്കെ ചേർത്ത് ഇതിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉഴുന്നിൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ അത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വരികയും വേണം കേട്ടോ. നന്നായി കുതിർത്ത് വെച്ചാൽ മാത്രമാണ് അരഞ്ഞ് വരുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു പാക്ക് എടുക്കാം.
അപ്പോൾ ഞാനിതിൽ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ബാക്കി വന്നതിൽ ഞാൻ കടലപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൗഡറാണ്, തരിയൊന്നും പാടില്ല കേട്ടോ. അതും കൂടെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു കളറിലാണ് ഉണ്ടാവുക. ഇപ്പോൾ 2 പാക്ക് ഇവിടെ റെഡിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന. പിന്നെ ചിലവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ മുഖം ഡ്രൈ ആയിപ്പോയില്ലെന്ന്. ശരിയാണ്, ചിലവർക്ക് ഡ്രൈനെസ് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ആദ്യം തന്നെ കാണിച്ചു തരാം. ഇത് ഞാൻ ഈ ഓയിൽ ഉണ്ടാക്കിയത് ബോഡി മസാജിങ് ഓയിൽ ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 1-2 തവണ ഞാനിതിൽ ഇട്ടിട്ടുണ്ട് ഈ ഓയിൽ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ രക്തചന്ദനമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. കരിമങ്ങല്യ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇത് 1-2 തുള്ളി മാത്രം കയ്യിലെടുത്ത് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട്, ചെറിയ ചൂട് ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ ചൂടായി വരും. അത് നമ്മളെ മുഖം കഴിക്കുന്നതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടിച്ച് കൊടുത്താൽ മതി. മുഖക്കുരുള്ളവർ ഇത് സ്കിപ്പ് ചെയ്യണം കേട്ടോ. ഞാനിത് പല രീതിയിൽ എൻ്റെ മോൾക്ക് ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഇത് വിജയിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോയ്സ്ചർ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതും കൂടെ കാണിച്ചു തരുന്നത് നമ്മൾ അടുത്ത ഹെന്ന ചെയ്യാനായിരിക്കണം. ഞാൻ തീരെ ഒന്നും ചെയ്യാതിരുന്നത് നിങ്ങൾക്ക് എൻ്റെ മുടി എത്ര നരച്ചെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പലരും സംശയം ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ഇത് ഇട്ട് അത്ര സമയം വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം സോഫ്റ്റായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് നേരം 2-3 മിനിറ്റ് വരെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണേ. ഞാനിത് കണ്ണിൻ്റെ താഴത്തിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് നല്ല ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും അതുപോലെ തന്നെ ബേസിൻ, നമ്മൾ കടലപ്പൊടി നല്ല ഫൈൻ പൗഡറായിരിക്കണം കേട്ടോ. സോഫ്റ്റായിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാവൂ. നമ്മളെ മുഖത്തും കണ്ണിൻ്റെ തടത്തിലൊക്കെ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾക്ക് ഒരിക്കലും അത് ബലം പിടിച്ച് ചെയ്യരുത് കേട്ടോ. കഴുത്തിലും എല്ലാം ഇട്ട് കൊടുക്കണം. ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ സോഫ്റ്റായിട്ട് മസാജ് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കാറ്. മിക്കവാറും ഞാൻ ഇതുപോലെയുള്ള കരിമങ്ങല്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫേസ് പാക്കൊക്കെ 2 സ്റ്റെപ്പൊക്കെ ഇടുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനിങ്ങനെയാണ് ചെയ്തെടുക്കാറ് കേട്ടോ. സാധാരണ ഞാൻ പറയുന്ന പോലെ തന്നെയാണ്. കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടതിൽ ഒരുപാട് നല്ല കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർ എന്ത് ചെയ്യുന്നു, അതിനാണ് കേട്ടോ ഞാൻ ഈ 2 ഡ്രോപ്പ് ഓയിലൊന്ന് മസാജ് ചെയ്യുന്നത് കാണിച്ചു തന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെ നമ്മൾ മസാജ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കഴുകിയെടുക്കുമ്പോൾ ശരിക്കും ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണ് നമ്മളെ ഫേസിലുണ്ടാവുക. അപ്പോൾ ശരിക്കും ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കരിമങ്ങല്യം വന്നവർ അതിൽ ഇരുണ്ട നിറം, എന്നെപ്പോലെയുള്ള ഇരുണ്ട നിറമുള്ളവരൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ റിസൾട്ട് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒറിജിനലായിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു ഫേസ് പാക്ക് ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണ് കിട്ടുക കേട്ടോ. ഇനി വെള്ളം കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്ത് വരാം. അപ്പോൾ ഇത് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാൻ കേട്ടോ. ഇതാണ് നമ്മൾ ഉഴുന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫേസ് പാക്ക്. ഉഴുന്നും ഉരുളക്കിഴങ്ങും വെച്ചിട്ട്. അപ്പോൾ ഈ ഫേസ് പാക്കും ഇതുപോലെ തന്നെ നല്ലോണം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് എടുത്തപ്പോൾ തന്നെ നമ്മൾ മുഖത്തൊക്കെ ഒരു പ്രത്യേക നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക കേട്ടോ സ്കിന്നൊക്കെ. ഇനി നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തതിനോടൊപ്പം തന്നെ ഇതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഇതുണ്ടല്ലോ, ഉഴുന്ന് ഇതിൽ ചേർത്തിരിക്കുന്ന ആ ഉഴുന്ന് നല്ല സോഫ്റ്റ് ആയിട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ അത് വെള്ളത്തിലിടണമെന്ന് പറഞ്ഞാൽ. പൊടിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കും. കുറച്ച് കട്ടിയിലാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. ഇത് നമ്മളൊരു 20-25 മിനിറ്റോളം ഇത് നമുക്ക് മുഖത്തിങ്ങനെ ഇട്ട് വെക്കണം കേട്ടോ. ഞാൻ മിക്കവാറും ആഴ്ചയിൽ ശനിയാഴ്ചയൊക്കെ കിട്ടുമ്പോഴാണ് ഇങ്ങനെ കുറച്ച് ടൈം എടുക്കുന്ന ഫേസ് പാക്ക് ചെയ്യാറ്. അപ്പോൾ എല്ലാവരും 1 തവണ 2 തവണ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയില്ല എന്ന് പറയും. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഇതുപോലെ ഹോം റെമഡീസൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് 1 തവണ 2 തവണ ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾക്ക് നോക്കിയാൽ അതിൻ്റെ ഒരു മാറ്റം കാണുള്ളൂ കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മുഴുവൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ഒരുപാട് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ചെറിയ ചൂടുവെള്ളം, നമ്മളെ കൈ വെച്ചാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂടുവെള്ളം ഉപയോഗിച്ച് ആദ്യം ഇതിനെ നനച്ച് കൊടുക്കണം.
ഒരുപാടൊന്നും ഡ്രൈ ആയിട്ടുണ്ടാവില്ല. എന്നാലും നമ്മൾ ഇതിനെ നനച്ച് കൊടുത്തിട്ട് ഇതിനെ ശരിക്കും നമ്മുടെ കവിളിൻ്റെ ആ ഭാഗമൊക്കെ ഇല്ലേ അതിങ്ങനെ ഉരച്ച് സോഫ്റ്റായിട്ട് ഇങ്ങനെ ഉരച്ച് കൊടുക്കുക, നല്ല മസാജ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു ഉഴുന്നുകൊണ്ടുള്ള ഒരു ഫേസ് പാക്കിൻ്റെ ഒരു ഗുണം എന്താണെന്നുള്ളത്. ശരിക്കും അത് ഭയങ്കര അതിശയമാണ് കേട്ടോ. നമ്മൾ ചെയ്ത് നോക്കണം, എല്ലാവരും ചെയ്ത് നോക്കണം ഇതുപോലെ. ഞാൻ ഈ സൈഡിലൊക്കെ കൂടുതൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റും എൻ്റെ മുഖത്തിൻ്റെ സൈഡിൽ ഇപ്പോഴും ചെറിയൊരു കളറുണ്ട്. ഒരുപാട് വലിയ കളറൊക്കെ പോയി ചെറുതായിട്ടാണ് അത് വരിക കേട്ടോ. നമ്മുടെ കണ്ണിൻ്റെ തടത്തിലൊരു ചെറിയൊരു സ്പോട്ട് മാത്രമായിട്ടുണ്ട് ഇവിടെ, ഈ ഒരു ഏരിയ മാത്രമായിട്ടുണ്ട്, ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറയാറ്, നമുക്കൊരു ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ ഇനി മുഖം മുഴുവനും ഞാൻ കഴുകിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ മാറ്റം എന്താണെന്നുള്ളത്. നല്ല ചേഞ്ചാണ് നമുക്ക് തോന്നുക, മുഖത്തൊക്കെ ഉള്ള ആ ഒരു പ്രത്യേകതയാണ് കേട്ടോ അതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഒരുപാട് ഐറ്റം ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾക്കിത് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഉഴുന്ന് അരച്ചത് മാത്രമാണേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതും ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഫേസ് പാക്കൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ക്രീമാണ് കേട്ടോ ഇത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചെടുത്ത് ഉപയോഗിച്ചാൽ മതി. ഇത് പക്ഷെ അങ്ങനെ അയച്ചു തരാനൊന്നും പറ്റില്ല, കാരണം ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ് ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ പ്രിസർവേറ്റീവ് ചേർക്കാതെ ഫ്രിഡ്ജിൽ വെക്കാതെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്രീം ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കാരണം വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണയൊന്നും തട്ടിക്കാൻ പറ്റാത്തവർക്ക് പറ്റിയൊരു ക്രീം ഞാനിതിൻ്റെ അവസാനം കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. ഇതുപോലെ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇനി ഞാൻ നേരത്തെ ആ വീഡിയോയിൽ കാണിച്ച അതേ അലോവേര ജെല്ല് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഓൾറെഡി ഉണ്ടാക്കിയ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഇത് ഞാൻ ക്വാണ്ടിറ്റി കുറച്ചാണ് കാണിച്ചു തരുന്നത്. ഈ ക്രീമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മോൾക്ക് ഉപയോഗിക്കുന്നതാണ്. അവൾക്ക് മുഖക്കുരുവിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എണ്ണ യൂസ് ചെയ്യുന്നതൊന്നും പറ്റാറില്ല. അപ്പോൾ ഇത് 1 സ്പൂൺ അലോവേര ജെല്ലും 1 വിറ്റാമിൻ ഇ ടാബ്ലറ്റും. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ വിറ്റാമിൻ ഇ ടാബ്ലറ്റൊക്കെ നമ്മുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇത് 1 ടാബ്ലറ്റ് മാത്രമേ വേണ്ടുള്ളൂ, ക്വാണ്ടിറ്റി വളരെ കുറച്ചായതുകൊണ്ട്. ഇത് പക്ഷേ നല്ലതാണ് കേട്ടോ. ഒട്ടുമിക്ക ബ്യൂട്ടി പ്രൊഡക്റ്റിലും ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 3 തുള്ളിയോളം അല്ലെങ്കിൽ ഒരു 4 തുള്ളിയോളം കാസ്റ്റർ ഓയിലാണ്. ഇതും മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, ഓൺലൈൻ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കളറ് മാറി വരും കേട്ടോ. നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ക്രീമിൻ്റെ ആ ഒരു പരുവത്തിൽ തന്നെയാണ് വരാറ്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്രീം ഞാൻ അയച്ചു തരാമോ, ഞാൻ നമ്പർ തരാമെന്നൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണെങ്കിലും ശരി, നമ്മൾക്ക് ഇതുപോലെ വളരെ എളുപ്പത്തിൽ ക്രീം വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അത്ര വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഇനി ഇതിൻ്റെ സ്മെല്ല് പോരാന്നുള്ളവർക്ക് എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കാം, 2 തുള്ളി എസെൻഷ്യൽ ഓയിൽ. ഇത് ഞാൻ സോപ്പ്, നമ്മൾ ഹോം മെയ്ഡ് സോപ്പ് ഒരുപാട് ഞാനിവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ. ആ സമയത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ചന്ദനത്തിൻ്റെ എസെൻഷ്യൽ ഓയിലാണ്. ഒരു 2 തുള്ളിയോളം ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രത്യേക മണമാണ് കേട്ടോ. ഇതങ്ങനെ നിർബന്ധമൊന്നുമില്ല. അതൊന്നും ഇല്ലെങ്കിലും ഈ 3 ചേരുവ മാത്രം വെച്ച് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മിക്കവാറും ഫേസ് പാക്ക് ഞാൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ കരിമങ്ങലും കൂടെ പോകാനുള്ള ഒരു രീതിക്കാണ് ഞാൻ ഫേസ് പാക്ക് തിരഞ്ഞെടുക്കാറ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക്, ഓയിലി സ്കിന്നുകാർക്കൊക്കെ പറ്റിയ 2 തരം ഫേസ് പാക്കാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഈ വീഡിയോയിൽ ഇട്ടത്. ഇത് എൻ്റെ ചെറിയൊരു ഡബ്ബയിലാക്കി നമുക്ക് പുറത്ത് തന്നെ വെക്കാം കേട്ടോ. നല്ല മോയ്സ്ചർ ക്രീമാണ് ഇത്. നമ്മളിത് കുളിയൊക്കെ കഴിഞ്ഞ് മുഖത്തും കയ്യിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ല ഒരു സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി നോക്കി എല്ലാവരും കമൻറ്റ് ചെയ്യണേ.